രാജ്യ തലസ്ഥാനം അതീവ സുരക്ഷയിലാണ്. ഇന്നലെ വൈകിട്ട് 7 മണിയോട് കൂടെ നടന്ന സ്ഫോടനത്തിന് പിന്നാലെ അതീവ സുരക്ഷയിലേക്ക് രാജ്യ തലസ്ഥാനം എത്തിയിരിക്കുന്നു. വളരെ നിർണായകമായ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള സൂചനകൾ മാത്രമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കൂടുതൽ വിവരങ്ങളിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാകേണ്ടതുണ്ട്. സജുവിലേക്കാണ്. സജു, നിലവിലിപ്പോൾ ഫോറൻസിക് പരിശോധന തുടരുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. മറ്റേതൊക്കെ ഏജൻസികൾ സംഭവസ്ഥലത്ത് തുടരുന്നുണ്ട്? നിലവിൽ ആ പോലീസ് ഉദ്യോഗസ്ഥൻ സംസാരിച്ചപ്പോൾ കൂടുതൽ കാര്യങ്ങൾ വിട്ടു പറയാൻ തയ്യാറായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പുതിയ വിവരങ്ങൾ അത് സ്ഥിരീകരിക്കുക കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തന്നെയായിരിക്കുമോ? ജിൽസി, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. എന്തായാലും അന്വേഷണ ഉദ്യോഗസ്ഥർ ഇത്തരം കാര്യങ്ങൾ ഇതുവരെയും വെളിപ്പെടുത്തിയിട്ടില്ല, അല്ലെങ്കിൽ വെളിപ്പെടുത്താൻ തയ്യാറല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഒരു സ്ഫോടനമാണ് ഉണ്ടായത്. അപ്പോൾ അതിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുകയാണെങ്കിൽ അത് അന്വേഷണത്തെ ബാധിക്കാനുള്ള സാധ്യത അവർ മുന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത്തരം കാര്യങ്ങൾ അവർ വിശദീകരിക്കാത്തത്. എന്തായാലും ഇപ്പോൾ അന്വേഷണത്തിലൊക്കെയാണ് വാഹനത്തിൽ എത്ര പേരുണ്ടായിരുന്നു എന്നുള്ളതിൽ പോലും ഉള്ള ചോദ്യം, മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം അവർ നൽകുന്നില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്വേഷണത്തിൽ കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് തന്നെ. അത്തരം കാര്യങ്ങളിലുള്ള വ്യക്തത എന്തായാലും അവർ അന്വേഷണത്തിന്റെ പശ്ചാത്തലത്തിൽ അവർക്ക് ലഭിക്കുന്ന മുറയ്ക്ക് അവർ മാധ്യമങ്ങളോട് വിശദീകരിക്കും. ഇപ്പോൾ നിലവിൽ പോലീസ് ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയത് വാഹനത്തിൽ എത്ര പേരുണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്ത് സ്ഫോടക വസ്തുവാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതിൽ കൃത്യമായിട്ടുള്ള വിശദീകരണം അല്ലെങ്കിൽ വ്യക്തത അവർ വരുത്തിയിട്ടില്ല. അത് കൂടുതൽ വ്യക്തമായിട്ട് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തുന്നതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇപ്പോൾ നിലവിൽ ഫോറൻസിക് വിദഗ്ധരുടെ ഭാഗത്തു നിന്നുള്ളപ്പോൾ തന്നെ NSGയുടെ ഭാഗത്തു നിന്നുള്ള NSGയുടെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള അന്വേഷണമാണ് ഇപ്പോൾ നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദീകരണങ്ങൾ നൽകേണ്ടത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെയാണ്. അവർ ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അല്പസമയം മുൻപാണ് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഇവിടേക്ക് വരികയും ഇതുമായി ബന്ധപ്പെട്ട് ചില സൂചനകൾ നൽകിയിരിക്കുന്നത്. ആരൊക്കെ ഇപ്പോൾ കസ്റ്റഡിയിലുണ്ട് എന്നുള്ള കാര്യത്തെപ്പറ്റി ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞാൽ അന്വേഷണം നടക്കുകയാണ്. അത്തരം കാര്യങ്ങൾ വ്യക്തത കൃത്യമായിട്ട് വരേണ്ടത് അന്വേഷണത്തിന്റെ അവസാന ഘട്ടത്തിലാണ്. അത് അന്വേഷണത്തിലൂടെ വ്യക്തമാകുമെന്നുള്ള കാര്യം മാത്രമാണ് അദ്ദേഹം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ ഫോറൻസിക്കിന്റെ ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും തമ്മിൽ സംസാരിക്കുകയാണ്. അതായത് ഈ സ്ഫോടനം ഉണ്ടായതിന്റെ 50 മീറ്റർ പരിധിയിലേക്ക് പോലും, അല്ലെങ്കിൽ 100 മീറ്റർ പരിധിയിലേക്ക് പോലും ഈ വാഹനങ്ങളുടെ അവശിഷ്ടങ്ങൾ അടക്കം ചിന്നി ചെതറിയിട്ടുണ്ട്, ശരീരഭാഗങ്ങളടക്കം ചിന്നി ചെതറിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന ഒരു വാഹനത്തിന്റെ ഒരു ഭാഗം, അതായത് ചിന്നി ചിതറിയ ഒരു ഭാഗം മറ്റൊരു സ്ഥലത്ത് നിന്ന് എടുത്തുകൊണ്ട് പോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതെന്തായാലും ഈ സ്ഫോടനം ഉണ്ടാക്കിയ അല്ലെങ്കിൽ I-20 വാഹനത്തിന്റെ ഭാഗമാണെന്ന് തോന്നുന്നു. ഒരു വെള്ള ഡോറിന്റെ ഭാഗമാണ് അത്. ഈ I-20 കാറിന്റെ ഡോറിന്റെ ഭാഗമാണെന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്ഫോടനത്തിന്റെ ഭീകരത അത് എത്ര ഭയാനകമാണ്, അതായത് അതിന്റെ മറ്റൊരു ഭാഗം കൂടി ഇപ്പോൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്ന പോലീസ് ഉദ്യോഗസ്ഥർ അങ്ങോട്ടേക്ക് കൊണ്ടുപോവുകയാണ്. എന്തായാലും അന്വേഷണം നടക്കുകയാണ്. ഈ വാഹനത്തിന്റെയൊക്കെ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് നടക്കുന്നത്. അപ്പോൾ ഈ സ്ഫോടനത്തിന്റെ ഒരു ആഘാതം അത് എത്ര വലുതായിരുന്നു, അല്ലെങ്കിൽ എത്ര ഭീകരമായിരുന്നു എന്നുള്ളത് വെളിവാക്കുന്നതാണ് ആ ഡോറിന്റെ അല്ലെങ്കിൽ ആ വാഹനത്തിന്റെ ഭാഗങ്ങൾ നമ്മൾ കാണുന്നത് തന്നെ മനസ്സിലാകുന്നത്. ഈ ദൃശ്യങ്ങൾ കാണുന്നതിന് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ കുറച്ച് ബൈക്കുകളുണ്ട്. അത് ഇവിടെ ജോലിക്കായിട്ട് വന്നതും ഇവിടെ ഷോപ്പുകളിൽ ജോലി ചെയ്യുന്നവരായിട്ടുള്ളവരുടെ വാഹനങ്ങളാണ്. ആ വാഹനങ്ങൾ ഇപ്പോഴും അവിടെ തന്നെയാണ്. ഇന്നലെ സ്ഫോടനം ഉണ്ടായതിന്റെ തൊട്ട് ഓപ്പോസിറ്റ് സൈഡ്, അതായത് എതിർവശമാണ് ഈ വാഹനങ്ങൾ, കാറുകളും മറ്റു വാഹനങ്ങളൊക്കെയും പാർക്ക് ചെയ്തിരിക്കുന്നത്. അതിപ്പോഴും അവിടെ തന്നെ തുടരുകയാണ്. ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ വാഹനങ്ങളും ഈ നിലവിൽ സ്ഥിതിയിൽ തന്നെ അവിടെ തുടരാൻ വേണ്ടിയുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വാഹനങ്ങൾ എടുത്ത് മാറ്റിയിട്ടില്ല. സ്ഫോടനം ഉണ്ടായ ഇതിന് തൊട്ട് മുന്നിൽ കിടന്ന വാഹനം മാത്രമാണ് ഇപ്പോൾ പുറത്തേക്ക് എടുത്തിരിക്കുന്നത്. അതായത് ഈ സ്നൈപ്പർ ഡോഗുകളെ അടക്കം ഇവിടേക്ക് എത്തിച്ചുള്ള പരിശോധനയാണ് ഇപ്പോൾ നിലവിൽ നടക്കുന്നത്. NSGയുടെ ഭാഗത്തു നിന്നും ഈ സ്നൈപ്പർ ഡോഗുകളടക്കം എത്തിയുള്ള പരിശോധനയാണ് നിലവിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കൃത്യമായിട്ടുള്ള അന്വേഷണത്തിൽ വിശദീകരണം നൽകേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥരാണ്. മരണം എത്രയുണ്ട് അല്ലെങ്കിൽ എത്രയായി എന്നുള്ളതിലും ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല. അത് വരും മണിക്കൂറുകളിൽ കൂടുതൽ വ്യക്തത ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ പങ്കുവെക്കാനാകുന്നത്.